ഞങ്ങൾ ഓണത്തിൻ്റെ അടുത്തൊരു പുതിയ വിഭവമായി എത്തി. അടുത്ത വിഭവം ഏതാന്ന് പറയട്ടെ. നമുക്കൊരു കുറുക്ക് കാളൻ അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. ഞാൻ ഈ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം തന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, നമ്മുടെ കാന്താരി അല്ല, അത് ഉണ്ടമുളകെന്ന് പറയും, ആ മുളകൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഈ മുളക് ആദ്യം ഇട്ട് കൊടുക്കണത്, മുളക് നമ്മൾ അരപ്പിൽ അരച്ചെടുക്കണില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാളൻ ഉണ്ടാക്കണത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുറുക്ക് കാളന് വേണ്ടിയിട്ട് കായയാണല്ലോ. കായ ഞാൻ ചരിച്ച് അരിഞ്ഞിട്ട് ആ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 നല്ല മൂത്ത കായ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലേശം മുളക് പൊടി. നമ്മൾ അധികം മുളക് പൊടി ഇടണില്ല, കാരണം ഇതിൽ നമ്മൾ പച്ചമുളകും കുരുമുളകൊക്കെയാണ് കൂടുതൽ ഇട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ മതി. ഒന്ന് കളറും നമ്മുടെ മോരുകറിക്ക് ഈ കുറുക്ക് കാളനെ ഒന്ന് മാറാൻ മാത്രം, അല്ലാതെ കുറേ മുളകിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ കായ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയിലേക്ക് സ്വല്പം ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് അടിച്ചെടുത്തേക്കണേ കേട്ടോ, അരച്ച് എടുത്തേക്കണേ. പിന്നെ അതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളക് അതിൽ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. പച്ചമുളക് ഇതേപോലെ ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഈ കായ ഇട്ട് വേവിച്ചെടുക്കണം. ഇപ്പം അതേ നമ്മളുടെ കായ വെന്തു. നോക്കിയ കായൊക്കെ വെന്തു. നമുക്കത് നോക്കുമ്പോൾ അറിയാം കായൊക്കെ ഉടഞ്ഞു. അപ്പോൾ കായ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പ് ഒന്നങ്ങോട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. നമ്മളുടെ കുരുമുളക് പൊടി ഇടണം. ഇതൊന്നും അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇടാം. അപ്പോഴാണ് ആ കുരുമുളക് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇരിക്കുകയുള്ളൂ. തൈരിന് ഇച്ചിരി കട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ തൈര് കടയണ കോല് വെച്ച് ഒന്ന് പയ്യെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കളയണം. നിങ്ങൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ തൈര് കടക്കോല് വെച്ച് ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതേ നമ്മളുടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ തൈര്, ഇത് ഒരു 1/2 ലിറ്റർ തൈരുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ്, 1/2 ലിറ്റർ. ഇനി ഒന്നങ്ങോട്ട് തിളച്ചോട്ടെ. നമ്മളിത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകൂട്ട നമ്മുടെ കറി. കാരണം ഇത് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് കട്ട പോലെ ആയി കിട്ടും. ഒരു പൊടിക്കും കൂടി ഒന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം.
അപ്പോൾ അതേ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണ്ടേ. അപ്പം നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇതേ നമ്മൾ കാച്ചി ഒഴിക്കണ്ടേ, അതിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നങ്ങോട്ട് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ച് മതി, കുറച്ച് കടുക്. കടുക് പൊട്ടി ഇതിലേക്ക് ഞാൻ ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ലേശം കറിവേപ്പില. നമ്മൾ കാച്ചി ഒഴിച്ചത് അങ്ങനെ ഒഴിച്ചു. ഇപ്പോഴും നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കലത്തിൽ. കാരണം കലത്തിന് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് തിളയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നല്ലൊരു ടിപ്പുണ്ട് കേട്ടോ. ആ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം എന്തിട്ടാണ്. ഒരു ലേശം നെയ്യ് എടുത്തിട്ട് ആ നെയ്യിൽ നമ്മുടെ ഉലുവാപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതാണ് നമ്മളുടെ ഈ കറിയുടെ ഹൈലൈറ്റ്. ഒരു ലേശം മതി കേട്ടോ നെയ്യ്, കുറേയൊന്നും വേണ്ട, സ്വല്പം നെയ്യ്. ലേശം ഉലുവയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് പയ്യെ നമ്മളൊന്ന് ഇത് ചൂടാക്കിയാൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, പയ്യെ ചൂടാക്കി കൊടുക്കുക. കുറേ നെയ്യായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും, അതുകൊണ്ട് കുറച്ച് നെയ്യ് മതി. ആ ഉലുവ നെയ്യിൽ മൂപ്പിച്ചത് ഇതേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അവിടെ ഇരുന്നൊന്ന് കഴിയുമ്പോഴേക്ക് നമ്മളുടെ കറി നന്നായിട്ട് നല്ല കട്ടയായിട്ട് വരും. ഒരു 1-2 മണിക്കൂറൊന്ന് ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല കട്ട കാളനായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ നാളെ 6ാമത്തെ വിഭവവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ.